ഹായ് ഓൾ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങളിപ്പോൾ ഒരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഉത്രാടം നൈറ്റാണ്. ശരിക്കും ഞങ്ങളൊരു ഉത്രാടപ്പാച്ചിലിൽ തന്നെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഓണമായിട്ട് വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു പ്ലാൻ ഇട്ടിട്ട് എല്ലാവർക്കും ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ വലിയ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇറങ്ങിയതാണ്. ഞങ്ങളൊരു ഷോപ്പിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഷോപ്പെത്തിയപ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഓണത്തിൻ്റെ ഐറ്റംസൊക്കെ തന്നെയാണ്. വാഴയിലേക്ക് ഇരിക്കുന്നു, പിന്നെ ഇതാ പൂക്കളൊക്കെ ഇരിക്കുന്നു. നമ്മൾ ഒരുപാട് ലേറ്റായിട്ടോ, ഡേ ടൈമിനൊന്നും അങ്ങനെ ടൈമും കിട്ടിയില്ല. എല്ലാവരും ഡ്യൂട്ടിയിലൊക്കെ ആയിരുന്നു. നാളെയും ഇനി ഡ്യൂട്ടിയിലൊക്കെ തന്നെ ആയിരിക്കും. എന്താണെന്ന് അറിയില്ല. എന്നാലും ചെറിയൊരു പ്ലാനൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാം, സദ്യയൊക്കെ റെഡിയാക്കാം എന്നുള്ളൊരു പ്ലാൻ ഇട്ടിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാനിതാ ഇങ്ങനെ പറഞ്ഞു നടക്കാം കേട്ടോ. ഞാനും ഉണ്ട്, മേഘയുണ്ട്, ഷിനോജും സൂടിയും കൊച്ചുമൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഷോപ്പ് തന്നെയായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഷോപ്പിങ്ങിന് ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കി ഒരു ലിസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഞാനും മേഘയും കൂടെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ അങ്ങനെ കറങ്ങി നടക്കായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു ഓണായതുകൊണ്ട് തന്നെ. എനിക്ക് ആ പൂക്കൾ കണ്ടിട്ട് അങ്ങനെ ഞാനത് തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നു. മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പൂവൊന്നും എടുത്തില്ല. ഞങ്ങളുടെ പ്ലാൻ വന്ന് നൈറ്റിലായിരുന്നു. നമ്മൾക്ക് ഡേ ടൈമിൽ എല്ലാവരും ഡ്യൂട്ടിയിലൊക്കെ ഇരിക്കുകയാണ്. ഞങ്ങൾ പൂവൊക്കെ എടുത്ത് നോക്കി ജസ്റ്റ് അവിടെ തന്നെ വെച്ചു. ഒന്നും എടുത്തൊന്നുമില്ല, പൂക്കളൊന്നും എടുത്തില്ല. അത്യാവശ്യം സദ്യക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പോകുന്നു. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അടുത്ത ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അടുത്ത് നമുക്ക് കുറച്ച് മുണ്ടും കുറച്ച് സാരിയൊക്കെ നോക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് അടുത്ത ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോകണമെങ്കിൽ നമ്മളങ്ങനെ ഐഡിയ ഒന്നും ഇട്ടിട്ടില്ല. ചെന്ന് നോക്കണം എവിടെയാണ്, എവിടെയൊക്കെ ഉണ്ടാവും, എല്ലാ കളക്ഷൻ തീർന്നു കാണുമോ, അതൊന്നും നമുക്കൊരു ഐഡിയ ഇല്ലാണ്ടാവും പോകുന്നത്. അങ്ങനെ പ്ലാനൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയതുകൊണ്ടാണ് കേട്ടോ. പെട്ടെന്ന് പ്ലാൻ ഇട്ട് പോയതാണ്. ഷോപ്പിലേക്ക് എത്തിയിട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓണത്തിൻ്റേതായ ഒരു തിരക്കൊന്നും കണ്ടില്ല, നേരത്തെ ഷോപ്പിൻ്റെ പോലെയൊന്നും. പിന്നെ ഇനി ഇത്ര ലേറ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, അങ്ങനെ കുറേ ഐറ്റംസും കണ്ടില്ല. കുറച്ചൊക്കെ ഉണ്ടെന്നുള്ളത്. പൂക്കളൊന്നും അങ്ങനെ കൂടുതൽ കണ്ടില്ല കേട്ടോ. കൂടുതലൊന്നുമല്ല, ഞാൻ കണ്ടേയില്ല. ഞാനതാണ് ഈ നോക്കിക്കൊണ്ട് നടക്കുന്നത്. അങ്ങനെ പൂക്കളുടെയൊക്കെ ഒരു സെക്ഷനായിട്ടൊന്നും ഞാൻ കണ്ടില്ല. തീർന്നു പോയതാണോ ഒന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ചുമ്മാ അവിടെയൊക്കെ കറങ്ങിയിട്ട് നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നതിൻ്റെ അത് ഡ്രസ്സ് എടുക്കാനാണ്. അപ്പോൾ മേലിലോട്ടാണ്, ഡ്രസ്സിൻ്റെ സെക്ഷൻ മെയിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജക്ക് നല്ല ഓണമാണ് കേട്ടോ. ജക്കിന് ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ വന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കൂടെ അങ്ങനെ വലിയ ബഹളമൊന്നും ഇല്ലാണ്ട് നടന്നോളും, കുഴപ്പമൊന്നുമില്ല. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വരാനായിട്ട്. പിന്നെ കുറേ കഴിയുമ്പോൾ മൂഡ് ഓഫ് ആവുമെങ്കിലും എന്നാലും കുഴപ്പമില്ല, അവനെ കൊണ്ട് അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ മേളിലേക്ക് എത്തി ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഡ്രസ്സ് കെയർ എന്നൊക്കെ തന്നെ സാരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാരി നമ്മൾ നേരത്തെ പ്ലാനിട്ടായിരുന്നെങ്കിൽ നേരത്തെ വന്ന് ഇതൊക്കെ എടുത്തതന്നെ. ഇത് കറക്റ്റ് ഉത്രാടത്തിൻ്റെ ആ ടൈം തന്നെ ആയിപ്പോയി. നമ്മൾ പ്ലാനിങ് ഒന്നും ഇല്ലാഞ്ഞുകൊണ്ടാണ് നമ്മളതിനങ്ങനെ അത്ര ഫോക്കസ് ചെയ്യുന്നത്. വന്ന് അങ്ങനെ ഡ്രസ്സൊക്കെ കുറേ നോക്കി. കുറേ സാരികളും കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ നോക്കിയെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. മെയിനായിട്ട് നമുക്ക് ഡേ ടൈമിൽ ഒരു ഫംഗ്ഷനല്ല, നൈറ്റിൽ വന്ന് വീട്ടിൽ തന്നെയാണ്. അങ്ങനെ വലിയ എക്സ്പെൻസീവായിട്ടൊന്നും നോക്കിയില്ല. ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ, അതിനെ കൊടുത്തിട്ടാണ് നമ്മളങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചത് തന്നെ. അങ്ങനെ എടുത്ത് നമുക്ക് അവിടെ നിന്ന് കുറേ കളക്ഷൻ ഉണ്ടെങ്കിലും ഭയങ്കര റേറ്റും എല്ലാം കൊണ്ട് നമുക്ക് നോക്കിയിട്ട് ഒക്കെ അടുത്തത്. അങ്ങനെ ഞങ്ങൾ കുറേ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാരികളും ബ്ലൗസും റെഡി ടു വെയർ ബ്ലൗസ് സെറ്റും മുണ്ടുകൾ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അവിടെ ഒരു സെക്ഷൻ തന്നെ നല്ലോണം ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് നമുക്ക് അത്രയും ഇഷ്ടമായില്ല. നമ്മൾ നോർമലാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നോക്കിയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ കളക്ഷനൊക്കെ നോക്കിയെങ്കിലും നമുക്ക് പറ്റിയതായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. കുറേ കളക്ഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറേയൊക്കെ കണ്ടെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒന്നും എടുത്തൊന്നുമില്ല. അടുത്ത ഷോപ്പിലേക്ക് നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഷോപ്പുണ്ട്, അവിടെ കൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട്. ഒന്നും അവിടെയും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വന്നിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
കളറിലുള്ള സാരി കിട്ടിയിട്ടോ. നോർമൽ സാരിയാണ്, കേരള കസവ് സാരി തന്നെയാണ് കിട്ടിയത്. അതാകുമ്പോൾ നമുക്ക് ഏത് ബ്ലൗസിൻ്റെ കൂടെ ആണെങ്കിലും വേറെ ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ സാരിയൊക്കെ ഞങ്ങൾക്ക് 2 പീസ് സാരി ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്നുള്ള പോലെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ അടുത്തായിട്ട് പിന്നെ ഷിനോജിന് ഒരു മുണ്ട് നോക്കണമായിരുന്നു. മുണ്ട് നോക്കി അങ്ങനെ മുണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂടിക്കും ചിക്കനൊക്കെ ഉള്ള മുണ്ടുണ്ട് ഓൾറെഡി തന്നെ. ഷിനോജിന് മുണ്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മുണ്ട് ഒരെണ്ണം അവിടെ നിന്ന് സെലക്ട് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കിട്ടിയിട്ട് അടുത്ത ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് കയറണം, എന്തൊക്കെയാണ് ഇനി ഇല്ലാത്തത് നോക്കിയിട്ട് വാങ്ങിക്കണം. അത് ഞങ്ങൾ വീട്ടിൽ പോകുന്നതാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അങ്ങനെ മുണ്ടൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെലക്ട് ചെയ്ത് ഫൈനലി ഇത് ആ മുണ്ട് അങ്ങനെ എടുത്തു. മുണ്ട് കറക്റ്റാണോ, വീതിക്കൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെയൊക്കെ ആവശ്യമുള്ള സാരി മുണ്ടൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് അവരുടെ ഒരു ജ്വല്ലറി സെക്ഷൻ ഉണ്ട്. ജ്വല്ലറി, മാല, കമ്മൽ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും അങ്ങനത്തെ ജ്വല്ലറി സെക്ഷനിലേക്ക് പോന്നു. അവിടെ വന്നിട്ട് കുറച്ച് കമ്മലൊക്കെ മേഘ സെലക്ട് ചെയ്ത് എനിക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല. അങ്ങനെ കുറച്ചൊക്കെ അവൾ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള സേഫ്റ്റി പിന്ന്, സാരി ഉടുക്കേണ്ട പിന്ന്, പിന്നെ നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ നോക്കി. അവിടെ പോയി സൂട്ടിട്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ കലാപരിപാടികൾ. സൂടി അവിടെ ഇരിക്കുന്ന അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടൊക്കെ കിടക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. നേരെ ബില്ലടിച്ച് പുറത്തിറങ്ങാം. അവിടെ നിന്ന് നേരെ നമുക്ക് തന്നെ ഒരു സാമ്പാറിൻ്റെ കൂട്ടും കൂടി എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് നോക്കാമെന്നും പറഞ്ഞ് അടുത്ത ഷോപ്പിലേക്ക് പോകാനായിട്ട് ബില്ലൊക്കെ അടിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. ചിക്കോട് പോയാലും ഇങ്ങനെ തന്നെ ആയിരിക്കും. വിളിച്ചപ്പോൾ തന്നെ ഓടി വരികയും ചെയ്യും കേട്ടോ. അങ്ങനെ വലിയ വാശിയൊന്നും പെട്ടെന്ന് കാണിക്കുകയൊന്നുമില്ല ആൾ. അങ്ങനെ ഞങ്ങളിതാ അടുത്ത ഷോപ്പിലേക്ക് കയറി. മെയിനായിട്ട് ഇവിടെ നിന്ന് നമുക്ക് എടുക്കേണ്ടത് സാമ്പാറിൻ്റെ കൂട്ടായിരുന്നു. അപ്പോൾ നമുക്ക് എക്സ്ട്രാ കുറേ വെജീസൊന്നും വാങ്ങിക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നോക്കിപ്പോയായിരുന്നു. ഇവിടെയും അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തിരക്ക് ഒക്കെ കഴിഞ്ഞതായിരിക്കും മിക്കവാറും. കുറേ ലേറ്റായിരുന്നു. ഇവിടെ കുറേ വെജിറ്റബിൾസും കാര്യമൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു ആവശ്യത്തിന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു സാമ്പാർ കിറ്റ് കൊടുത്തിട്ട് നേരെ വീട്ടിൽ പോകാമെന്നും പറഞ്ഞു അത് കൊടുത്തിട്ട് ഇറങ്ങാണ്. അപ്പോഴേക്കും ആൾ മൂഡ് ഓഫായി തുടങ്ങി. ജഗ്ഗു ഇടങ്ങൊക്കെ തുടങ്ങി, ഇറിറ്റേറ്റായി തുടങ്ങിയിരുന്നു. ജഗ്ഗുവിനെ അങ്ങനെ ഒരു കണക്കിന് അവിടെ എത്തി നമ്മളിത് വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് എല്ലാ സാധനങ്ങളും പ്രിപ്പയർ ചെയ്ത് വെച്ചു. പിറ്റേ ദിവസമാണ് ഇനി നൈറ്റാണ്. പിറ്റേ ദിവസം നൈറ്റായി തിരുവോണമാണ്. എല്ലാവരും ഹാപ്പി ഓണം. തിരുവോണത്തെ ഞങ്ങൾ നൈറ്റിലാണ് ആഘോഷങ്ങളൊക്കെ വെച്ചിരുന്നത്. വലിയ ആഘോഷങ്ങളൊന്നുമല്ല, നമ്മളുടേതായ രീതിയിൽ കുറച്ച് ഫുഡൊക്കെ സദ്യവട്ടമൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പിരിയാമെന്നായിരുന്നു പ്ലാനിട്ടേഴ്സ്. എല്ലാവർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ വലിയ പ്ലാനിങ്ങൊന്നും ഇട്ടില്ല. പിന്നെ നാട്ടിൽ പോലെ നമുക്ക് എല്ലാമൊന്നും പുറത്തൊന്നും പറ്റിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിലാണെങ്കിലും നമ്മളുടെ സന്തോഷങ്ങളിൽ ഹൈലൈറ്റായിട്ട് തന്നെ എടുത്തതുണ്ട്. അങ്ങനെ രാത്രിയാണ് ഞങ്ങൾ സദ്യ കഴിച്ച് എല്ലാവരും ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സദ്യവട്ടങ്ങൾ. ഞങ്ങളുണ്ടാക്കിയ സദ്യ ചെറിയ സദ്യ ആണെങ്കിലും ഭയങ്കര ടേസ്റ്റായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ ഇലയ്ക്ക് വിരിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് സദ്യ കഴിക്കാനുള്ള പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുക. എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തർ ഓരോന്നൊക്കെ വിളമ്പയും എല്ലാവരും കൂടെയൊക്കെ സഹകരിച്ച് അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ ഓണം കുഞ്ഞു ഓണമായിരുന്നെങ്കിലും അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. അങ്ങനെ ആഘോഷമൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്ന ടൈമിൽ നമുക്കിങ്ങനെ ചെറിയ രീതിയിലാണെങ്കിലും ഒരു സദ്യ അത് ഉണ്ടാക്കിയൊക്കെ കഴിക്കാനും എല്ലാവർക്കും വന്ന് ഒരുമിച്ച് കൂടി കഴിക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. നാടിനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുമെങ്കിലും ഇങ്ങനെയുള്ള സന്തോഷങ്ങളല്ലേ നമുക്ക് പുറത്ത് വെക്കുമ്പോഴൊക്കെ കൂടുതൽ കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ സന്തോഷമൊക്കെ ഇങ്ങനെ ഊണ് വെച്ച് സന്തോഷിച്ച്. സദ്യ എത്രത്തോളം ടേസ്റ്റ് ആയിരുന്നത് ആ കുട്ടികളെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ചിക്കൊക്കെ കിടന്നൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ചിക്കു പിന്നെ പായസത്തിലായിരുന്നു കൂടുതൽ നോട്ടം. അതാ നമ്മൾ കഴിക്കണം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം അവർ ആസ്വദിച്ചത് കഴിക്കുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് കുട്ടികൾ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോഴത്തേക്കും മനസ്സിലാവേണ്ട അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാകുന്നു. അങ്ങനെ ഈ പ്രായത്തിൽ ഇങ്ങനെ സദ്യയൊക്കെ കറക്റ്റായിട്ട് കഴിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്.
ഓരോ കൂട്ടും ഓരോ രീതിയിലെടുത്ത് കഴിച്ച് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ജസ്റ്റ് ലുലു വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇറങ്ങി താഴെ എത്തി. വേറെ ഒന്നുമില്ല, ചുമ്മാ ഒന്ന് കറങ്ങി വരാമെന്ന് ഓർത്തിട്ട്. അതായത് വെറും റീൽസിന് വേണ്ടിയുള്ള ദിവസങ്ങളാണ്, പേടിക്കണ്ട. ഞങ്ങളെല്ലാവരും കൂടി ലുലുവിലെത്തി കുറച്ച് നേരം അവിടെ കറങ്ങാമെന്ന് ഓർത്തത്. ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ഒരാളും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓണായതുകൊണ്ട് ആരെങ്കിലും ഉണ്ടാവുമോ ഇങ്ങനത്തെ ഡ്രസ്സിങ്ങിൽ നിന്നൊന്നും നമുക്കറിയില്ല. ആരെങ്കിലും ഉണ്ടാവുമെന്ന് ഓർത്തുകൊണ്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വെളിയിലൊന്നും ആരെയും കാണുന്നില്ല. അങ്ങനെയൊന്നും ഒരു ഓണത്തിൻ്റെ ഒരു വൈബും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നടന്ന് വന്നപ്പോഴത്തേക്കും ഒരു പുള്ളി മാത്രം ഹാപ്പി ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് ഈ പുള്ളിയാണ്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് ചെന്നു. എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ഒന്നും പ്രോഗ്രാംസ് ഒന്നുമില്ല. ഓണം കഴിഞ്ഞിട്ടുള്ള ഡേയ്സിലായിരിക്കും മിക്കപ്പോഴും ഇവിടെ പ്രോഗ്രാംസും ഓരോന്നൊക്കെ വരുന്നത്. ഓണത്തിൻ്റെ അന്ന് മിക്കവർക്കും പറഞ്ഞ പോലെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞങ്ങൾ പിന്നെ ചുമ്മാ മേളിലൊക്കെ പോയിട്ട് അതേപോലെ തന്നെ താഴേക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ റീലിൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഷോർട്സിൽ നോക്കിയാൽ മതി കേട്ടോ, റീലൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു എല്ലാവരും കൂടെ. അതൊരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ റീലും അതും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ ഇറങ്ങി കാണുന്നിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി റഷ്യനെയും നൗഷാനെയും കുഞ്ഞിനെയും വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് നമ്മൾ വന്ന് വയ്യേ പോകാമെന്ന് വെച്ചു. എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട് പിറ്റേ ദിവസം. ഞങ്ങളെല്ലാവരും പോകാമെന്ന് വിചാരിച്ചു, പിരിയാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണം. അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ ഇട്ട് ഞങ്ങളിത് ഓണമൊക്കെ കഴിഞ്ഞല്ലോ എന്നോർത്ത് സന്തോഷത്തിലും വിഷമത്തിലും ആയിരുന്നു. നാട്ടിലെ ഓണമൊക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര ഒരു നല്ല ഓർമ്മകൾ തന്നെയാണ്. കുട്ടിക്കാലത്തെ ഓണമാണെങ്കിലും എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണെങ്കിൽ ഞങ്ങൾ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഓണത്തിന്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ നമുക്കിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സദ്യ കഴിച്ചതിൻ്റെ ഹാങ് ഓവർ മാറാത്തതുകൊണ്ട് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ താഴെ തന്നെയുള്ള ചെറിയ ഷോപ്പിൽ കയറി. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് മേളിൽ പോകാമെന്ന് ഓർത്തു. സൂടിയും ചെക്കും കൂടി നേരത്തെ തന്നെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു.